പ്രൈസ് ദ ലോർഡ്. നമ്മൾ സാധാരണ എപ്പോഴും നമ്മൾ ചിന്തിക്കാറുള്ളത്, ഞാൻ പ്രാർത്ഥിക്കുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഇത് വളരെ ശക്തമായ ഒരു പ്രാർത്ഥനയാണ്. ആര് പ്രാർത്ഥിക്കുന്നതും? പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. പല കാര്യങ്ങളും നമ്മൾ ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ട് ചില കാര്യങ്ങൾക്കൊന്നും ഒരു മാറ്റവുമില്ല. ശരിയല്ലേ? ശരിയല്ലേ? ഈ ഇടയ്ക്ക് ഒരു അച്ഛൻ്റെ പ്രസംഗത്തിൽ കേട്ടതാണ്. അച്ഛൻ പറയാണ്, ഒരു പ്രസംഗത്തിൽ ഒരു സംഭവം പറയാം. ഏതൊരു രാജ്യത്ത് ഒരു വചനപ്രഘോഷകൻ ഇങ്ങനെ ഒരു ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുന്നു. വലിയ പ്രാർത്ഥനാ കൂട്ടമാണ്. വൈകുന്നേരത്തെ പ്രാർത്ഥനാ സമ്മേളനം. ആ പ്രാർത്ഥനാ സമ്മേളനത്തിൽ അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഒരമ്മച്ചി ഓടി വന്നിട്ട് പറയുകയാണ്, പാസ്റ്റർ, എൻ്റെ മകനെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ്. വധശിക്ഷ. എന്നാൽ അവൻ നിസ്സഹായനാണ്, അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ അവനെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ്. 1.5 മണിക്കൂറുണ്ട്. അതിനിടയ്ക്ക് നിങ്ങൾക്ക് അവന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? 1.5 മണിക്കൂറിന് കഴിയുമ്പോൾ അവനെ വധിക്കും. നിങ്ങൾ ഇത്രയും ആളുകൾ എന്താ പ്രാർത്ഥിക്കണേ? നിങ്ങൾക്ക് അവന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? എന്ത് പ്രാർത്ഥിക്കാൻ പറ്റും? ഇത് കേട്ടപ്പോൾ ആ അമ്മയുടെ കരച്ചിലും ഇത് കേൾക്കുമ്പോൾ ഭയങ്കര പ്രയാസമായി. ഈ പാസ്റ്റർ പറഞ്ഞു, ഓ, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെ പ്രാർത്ഥിക്കാം? ഉടനെ അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്കറിഞ്ഞുകൂടാ ഇതിനു വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കുന്നത്. ശരിയാണോ ഇല്ലയോ? ആ അമ്മയുടെ കരച്ചിൽ കേൾക്ക്. ആ അമ്മയുടെ മകൻ 1.5 മണിക്കൂറിനകത്ത് വധിക്കപ്പെടും. അവനെ രക്ഷിക്കാൻ വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കണം? അവരെല്ലാവരും പ്രാർത്ഥിച്ചത് ഇതാണ്, പരിശുദ്ധാത്മാവേ, അങ്ങ് പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞ് ജനം മുഴുവനും പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസത്തെ ന്യൂസ് പേപ്പറിൽ ഒരു വാർത്ത, അവസാന നിമിഷത്തിൽ 1.5 മണിക്കൂർ ബാക്കിയുള്ളപ്പോൾ ആ യഥാർത്ഥ കുറ്റം ചെയ്ത ആള് പോലീസിനെ വിളിച്ചു പറഞ്ഞു, ഞാനാണ് യഥാർത്ഥ കുറ്റവാളി, ഇയാളല്ല, അയാളെ വെറുതെ വിടണം. പ്രൈസ് ദ ലോർഡ്. രോമാഞ്ചം. നിങ്ങൾക്ക് രോമാഞ്ചം ഉണ്ടാകുന്നുണ്ടോ? അപ്പോൾ പിന്നീട് അതിനെക്കുറിച്ച് അയാളോട് വിചാരണ ചെയ്തപ്പോൾ, നിനക്ക് എങ്ങനെ ഇത് തോന്നിയത് പറയാൻ? പുള്ളി പറയണ, എനിക്കറിഞ്ഞൂടാ, എന്തോ ഒരു ശക്തി എന്നെ ഇതിനു വേണ്ടി പ്രേരിപ്പിച്ചു. ആരാണ് ആ ശക്തി? പരിശുദ്ധാത്മാവ്. അതാണ് വചനം പറയുന്നത്. റോമർ 8:27 പറയുകയാണ്, ഹൃദയങ്ങൾ പരിശോധിക്കുന്ന ആത്മാവിന്റെ ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിന്റെ ഇംഗിതം ഗ്രഹിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് ദൈവഹിതമനുസരിച്ചാണ് വിശുദ്ധർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത്. ഒന്നെല്ലാവരും ഏറ്റു പറഞ്ഞേ, ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിന്റെ ഇംഗിതം ഗ്രഹിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് ദൈവഹിതമനുസരിച്ചാണ് വിശുദ്ധർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത്. വിശുദ്ധർക്ക് വേണ്ടി മാധ്യസ്ഥം. ആരാണ് ഈ വിശുദ്ധർ? ആരാണ് ഇവിടെ പറയുന്ന വിശുദ്ധർ? നമ്മളെല്ലാവരുമാണ്. ജ്ഞാനസ്നാനം സ്വീകരിച്ച് യേശുക്രിസ്തുവിനോട് ഒന്നാക്കപ്പെട്ടിട്ടുള്ള നമ്മളാണ് ഇവിടെ വിശുദ്ധർ. അപ്പോൾ ഈ വിശുദ്ധർക്ക് ഇനിയും പ്രാർത്ഥനയുടെ ആവശ്യമുണ്ടോ? അവർ വിശുദ്ധരല്ലേ? നമ്മളാകുന്ന വിശുദ്ധർക്ക് ധാരാളം പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട്.
ആരാണ് അവിടെ പ്രാർത്ഥിക്കുന്നത്? പരിശുദ്ധാത്മാവ്. നമ്മുടെ ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങളുണ്ട്. എത്ര നീതിമാനായാലും അവനും ധാരാളം പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം മാനുഷിക രൂപത്തിലുള്ള ചില പ്രാർത്ഥനകളിലൂടെ അല്ല, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന പ്രാർത്ഥന, പരിശുദ്ധാത്മാവ് തന്നെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. അപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ രീതിയിൽ നമ്മുടെ ആത്മാവിൽ വ്യത്യാസമുണ്ടാകും, സാഹചര്യങ്ങളിൽ വ്യത്യാസമുണ്ടാകും, വലിയ ഒരു നവീകരണത്തിൻ്റെയും രൂപാന്തരീകരണത്തിൻ്റെയും അനുഭവം ഉണ്ടാകും. ഞങ്ങൾ കുറച്ച് നാൾ മുമ്പ് ചില മേഖലയ്ക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദർശനം കണ്ടത് ഇതാണ്. ഒരു കയറ്റം കയറിപ്പോകുന്ന ഒരു വണ്ടി, ഒരു കാർ, അത് കയറാൻ പറ്റുന്നില്ല. അത് കുറേ ചെന്നപ്പോൾ അവിടെ നിന്നു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ഈ പ്രാർത്ഥന കൊണ്ടൊന്നും കാര്യം നടക്കില്ല, ഈ പ്രാർത്ഥന കൊണ്ടൊന്നും കാര്യം നടക്കില്ല. അങ്ങനെ ഞങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ വണ്ടി പുറകോട്ടേക്ക് ഇറങ്ങി വരണം. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമുക്ക് വേഗം പ്രാർത്ഥിക്കണം, വണ്ടി പുറകോട്ട് ഓടണം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു വയസ്സായ അമ്മച്ചി ആ റോഡ് ക്രോസ് ചെയ്യണു. ഇപ്പോൾ അവരെ പോയി വണ്ടി ഇടിക്കുന്നുള്ള കൊണ്ടായി. അർജന്റായിട്ട് പ്രാർത്ഥിക്കണം. നമ്മൾ ഉടനെ വിളിച്ച് പരിശുദ്ധാത്മാവേ നീ പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞങ്ങ് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞ് വണ്ടി മുന്നോട്ട് വാണം വിട്ട പോലെ അങ്ങ് ഓടി. അതിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു, പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഈ കയറ്റത്ത് വണ്ടി കയറി ഗുഡുഗുഡു 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 എന്ന് കയറണില്ല, തള്ളിയിട്ടും കയറണില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുമ്പോൾ റോക്കറ്റ് പോലെ പോകും. എന്തു പറയണു? ഇത് വലിയ കണ്ടുപിടുത്തമാണ്. നോക്കുമ്പോൾ എന്താ, പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ കൃത്യമായി എഴുതിയിരിക്കുന്നു, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ചെറുപ്പം പോലെ പഠിച്ചേക്കണ ചില നമസ്കാരങ്ങൾ, കാണാപ്പാഠം വായിക്കണം, ചിലർ പുസ്തകങ്ങൾ, ചിലർ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഓരോ ധ്യാന കേന്ദ്രങ്ങളിൽ നിന്നും കിട്ടിയേക്കണ ലിസ്റ്റ് അതനുസരിച്ച് പ്രാർത്ഥിക്കും. പണ്ടൊക്കെ കരിസ്മാറ്റിക്കിൽ ഉണ്ടാകുന്നതിന് മുൻപ് സ്വയം പ്രേരിത പ്രാർത്ഥന എന്ന് പറഞ്ഞുണ്ടായിരുന്നേ ഇല്ല, ഇല്ലേ? നമ്മളോട് ആരെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പിന്നെ നമ്മൾ തലയിൽ ചൊറിയാൻ തുടങ്ങും, എൻ്റെ കർത്താവ് ഇത് എന്തിനാ എന്നെ പിടിച്ചേൽപ്പിച്ചത്. എന്നിട്ട് കൂടി വന്നാൽ നമ്മൾ എന്ത് പ്രാർത്ഥിക്കും? ഒരു സ്വർഗസ്ഥനായ പിതാവ് പ്രാർത്ഥിക്കും, ഒരു നന്മോർജീവവും പ്രാർത്ഥിക്കും, പിന്നെ വലിയ പ്രാർത്ഥനക്കാരനാണെങ്കിൽ ഒരു എത്രയും തീയുള്ള മാതാവും പ്രാർത്ഥിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കരിസ്മാറ്റിക് നവീകരണം വന്ന് പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് സ്വയം പ്രേരിത പ്രാർത്ഥന വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ പ്രാർത്ഥിക്കാൻ പറയാൻ പേടിയാ. കാരണം പിന്നെ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഇദ്ദേഹം പ്രാർത്ഥന നിർത്തില്ല. ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ലോകം മുഴുവനെയും കറക്കി കൊണ്ടുവന്ന് ഒരു സമയം കിട്ടും. അതുകൊണ്ട് എനിവേ, അപ്പോൾ ഈ സ്വയം പ്രേരിത പ്രാർത്ഥന എന്ന് പറയുന്നത് സ്വയം പ്രേരിക്കപ്പെടുന്നതല്ല, പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിൽ നിന്ന് ഉണ്ടാകുന്ന പ്രാർത്ഥനയാണ്. എന്നിട്ട് ഇപ്പം നമ്മൾ എന്തിനാണ് വീണ്ടും പുസ്തക പ്രാർത്ഥനയിലേക്കും കടലാസ് പ്രാർത്ഥനയിലേക്കും മരങ്ങിപ്പോയത്? ഇപ്പോൾ ഒരു ധ്യാനം കൂടുമ്പോൾ അവരൊരു കടലാസ് തരും, ഞാനും ഒരു കടലാസ് തരും, ഇങ്ങനെ പ്രാർത്ഥിക്കും. ഒരു ധ്യാന കേന്ദ്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവരൊരു പുസ്തകം തന്നെ തരും, ഈ ധ്യാന കേന്ദ്രത്തിൻ്റെ പുസ്തകം അനുസരിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇപ്പം നമ്മളെല്ലാം പല ധ്യാന കേന്ദ്രത്തിലും ധ്യാനം കൂടിയിട്ടുള്ളവരാണെങ്കിൽ എത്ര പുസ്തകം നിങ്ങളുടെ കയ്യിലുണ്ട്? ഇനി രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈ ഓരോ പുസ്തകം, അയ്യോ അവിടുത്തെ അച്ഛനോട് പ്രത്യേകം പറഞ്ഞേക്കണാണ്, ആ അച്ഛൻ എന്നോട് പ്രത്യേകം പറഞ്ഞേക്കണാണ് ഈ പ്രാർത്ഥന, ഈ ധ്യാനഗുരു പ്രത്യേകം പറഞ്ഞേക്കണാണ് ഈ ധ്യാന കേന്ദ്രത്തിലെ പുസ്തകം വെച്ച് നീ പ്രാർത്ഥിക്കണം.
ആര് പറയണത് കേൾക്കണം, പറയും. ഇങ്ങനെ ഒരു അവസ്ഥയിലാണിപ്പോൾ നമ്മൾ. അതുകൊണ്ട് യഥാർത്ഥമായി പരിശുദ്ധാത്മാവ് എന്ത് നിയോഗമാണ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലൂടെ പൂർണ്ണമായിട്ടല്ല നമ്മുടെ പ്രാർത്ഥന. ഒരു ദിവസം ഇങ്ങനെയൊന്ന് പ്രാർത്ഥിച്ച് നോക്ക്. നമുക്കിപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ, വചനം ഓർക്കുക. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഇതൊരു സത്യമല്ലേ? നമ്മുടെ കുടുംബ പ്രശ്നങ്ങളാകാം, നമ്മളോട് ഒരുപാട് പേര് പറഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങളാകാം, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാകാം, സിസ്റ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാകാം. എന്ത് പ്രാർത്ഥിക്കണം എന്ന് വാസ്തവത്തിൽ നമുക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വിശാലമാണ് പ്രശ്നങ്ങൾ, അത്രയ്ക്ക് വിശാലമാണ് പ്രശ്നം. എന്നാൽ പരിശുദ്ധാത്മാവിനെ അറിയാമോ? പരിശുദ്ധാത്മാവിനെ അറിയാമോ? ഈ പരിശുദ്ധാത്മാവ് എന്ന ഒരു വ്യക്തിയാണെന്നും ആ പരിശുദ്ധാത്മാവിന് അറിയാം. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഭാഷാവരത്തിലുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ആത്മാവ് പ്രാർത്ഥിക്കുന്നതാണ്, മനസ്സ് പ്രാർത്ഥിക്കുന്നതല്ല. 1 കൊറിന്ത്യോസ് 14-ാം അധ്യായത്തിൽ 14-ാമത്തെ വചനം വായിക്കാം. 1 കൊറിന്ത്യോസ് 14-ാം അധ്യായത്തിൽ 14-ാമത്തെ വചനം. ഞാൻ ഭാഷാവരത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എന്നാൽ എൻ്റെ മനസ്സ് ഫലരഹിതമായിരിക്കും. എല്ലാവരും ഒന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട്, ഞാൻ ഭാഷാവരത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എന്നാൽ എൻ്റെ മനസ്സ് ഫലരഹിതമായിരിക്കും. അപ്പോൾ ഭാഷാവരത്തിലുള്ള പ്രാർത്ഥനയാണിത്. ഇനി ഭാഷാവരത്തിൽ സംസാരിക്കുന്നത് വേറെയുണ്ട്. ആ ഭാഷാവരത്തിൽ സംസാരിക്കുന്നതിൻ്റെ കാര്യത്തിലാണ് പൗലോസ്ലീഹ പറയുന്നത്, അത് വ്യാഖ്യാനിക്കാൻ ആളില്ലെങ്കിൽ ഭാഷാവരത്തിൽ സംസാരിക്കരുത്. അത് വേറൊരു വരമാണത്. അതിനെ തുടർന്നൊന്ന് വായിക്കാം. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എൻ്റെ ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും പാടുകയും ചെയ്യും. നേരെ മറിച്ച് നീ ആത്മാവ് കൊണ്ട് മാത്രം സ്തോത്രം ചെയ്താൽ നിന്റെ വാക്കുകൾ ഗ്രഹിക്കാൻ ത്രാണിയില്ലാത്ത അന്യൻ നിന്റെ കൃതജ്ഞതാ സ്തോത്രത്തിന് എങ്ങനെ ആമീൻ പറയും? നീ ഉചിതമായി കൃതജ്ഞതയർപ്പിക്കുന്നുണ്ടായിരിക്കാം, എന്നാൽ അപരന് അത് പരിപോഷകമാകുന്നില്ല. നിങ്ങളെല്ലാവരെയുംക്കാൾ കൂടുതലായി ഞാൻ ഭാഷാവരത്തോടെ സംസാരിക്കുന്നുണ്ട്. ഇവിടെ വാസ്തവത്തിൽ ഒരു പാരഗ്രാഫ് വേണ്ടതാണ്. അവിടെ നിങ്ങളെല്ലാവരെക്കാളും കൂടുതലായി ഞാൻ ഭാഷാവരത്തിൽ സംസാരിക്കുന്നു എന്നാ പറയണത്. ഇതിന് മുൻപ് പറഞ്ഞിരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമാണ്. അവിടെ ഒരു പാര മാറേണ്ടതാണ്, അവിടെ ഒരു പാരഗ്രാഫ് മാറണം. അവിടെ ഇതിനു മുമ്പ് പറഞ്ഞിരിക്കുന്നതെല്ലാം ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചും ഭാഷാവരത്തിൽ ഗാനമാലപിക്കുന്നതിനെക്കുറിച്ചും. അങ്ങനെയുണ്ടോ? ഭാഷാവരത്തിൽ ആലാപനം ചെയ്യാം. ഉദാഹരണത്തിന് ഇതെവിടെ നിന്ന് ഈ മെലോഡി വന്നു എന്ന് എനിക്കറിയില്ല. ഇത് രണ്ടാമത് എനിക്ക് ഇതേ മെലഡി പാടാനും പറ്റില്ല. ഇതാണ് ഭാഷാവരത്തിൽ ആലാപനം. പരിശുദ്ധാത്മാവ് തന്നെ പാടുന്നു. അതെല്ലാം നിങ്ങളിനി പ്രാക്ടീസ് ചെയ്യണം. വളരെ നല്ലൊരു പ്രാർത്ഥനയാണത്, ഭാഷാവരത്തിൽ പാടുക. നമുക്കെല്ലാവർക്കും ഒന്ന് പാടാൻ ശ്രമിക്കാം.
നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങൾ ശബ്ദം കൊടുക്കുക, ശബ്ദം കൊടുത്തുകൊണ്ടിരിക്കുക. അല്ലാ ബല ഹാല ബല ഉലായിയ ഹീരിയാല മക്കീരിയാല, ഇങ്ങനെ പലതരത്തിൽ വരുന്നത്. അപ്പോൾ ഇത് ഭാഷാപരത്തിലുള്ള പ്രാർത്ഥനയാണ്, എന്നാൽ ഒരു ഗാനരൂപത്തിലുള്ള പ്രാർത്ഥന. മനസ്സുകൊണ്ടും പ്രാർത്ഥിക്കാം, ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കാം. അതെങ്ങനെയാ? നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ ഭാരതം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് പ്രാർത്ഥന ആരംഭിച്ചു, പ്രാർത്ഥിക്കാം. എന്നിട്ട് ഭാഷാപരത്തിലേക്ക് നീങ്ങാം. ശന്ത ലബല ഹല ബല ഉലായ, ഓ ഭാരതത്തെ അനുഗ്രഹിക്കണമേ, ഹീരിയ ലബല കീരിയ ലബല. കണ്ടോ, ഇപ്പോൾ മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കുന്നു. ഇനി അടുത്ത പാരഗ്രാഫായിട്ട് കണക്കാക്കണം. നിങ്ങളെല്ലാവരെയും കൂടുതൽ ഞാൻ ഭാഷാവരത്തോടെ, എല്ലാവരും ശബ്ദമുയർത്തി, ഭാഷാവരത്തോടെ സംസാരിക്കുന്നുണ്ട് എന്നതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എങ്കിലും സഭയിൽ 10,000 വാക്കുകൾ ഭാഷാവരത്തിൽ സംസാരിക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുന്നതിന് 5 വാക്കുകൾ ബോധപൂർവം സംസാരിക്കുന്നതാണ്. തുടർന്ന് പറയുകയാണ്, സഹോദരരെ, ചിന്തയിൽ നിങ്ങൾ ശിശുക്കളായിരിക്കരുത്. തിന്മയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പൈതങ്ങളെപ്പോലെയും ചിന്തയിൽ പക്വമതികളെപ്പോലെയും ആയിരിക്കുവിൻ. നിയമത്തിൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു. ഓക്കെ, പിന്നീട് പറയുന്നുണ്ട്, ഭാഷാവരം വിശ്വാസികൾക്കുള്ളതല്ല, അവിശ്വാസികൾക്കുള്ള അടയാളമാണ്. പ്രവചനവരമാകട്ടെ അവിശ്വാസികൾക്കുള്ളതല്ല, വിശ്വാസികൾക്ക് വേണ്ടിയുള്ളതും. ആകയാൽ സഭ മുഴുവൻ സമ്മേളിച്ചിരിക്കെ ഓരോരുത്തരും ഭാഷാപരത്തോടെ സംസാരിക്കുന്നതായി അജ്ഞനോ അവിശ്വാസികളോ വന്നു കണ്ടാൽ നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് അവർ പറയുകയില്ലേ? എല്ലാവരും പ്രവചിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഒരു വിശ്വാസിയോ അജ്ഞനോ അവിടെ വരുന്നതെങ്കിൽ തന്നെ തന്നെ വിധിക്കാനും പരിശോധിക്കാനും ഹൃദയരഹസ്യങ്ങൾ വെളിപ്പെടുത്താനും നിങ്ങൾ അവന് കാരണമാകും. അങ്ങനെ അവൻ ഇപ്പം ഈ വായിച്ചതിൻ്റെ എല്ലാ അർത്ഥം, ഭാഷാപരത്തിൽ ഒരുവൻ സഭ മുഴുവനും കൂടിയിരിക്കുമ്പോൾ സംസാരിക്കുകയാണെങ്കിൽ ആ സംസാരത്തിന് വ്യാഖ്യാനിക്കാൻ ആൾ വേണം. അത് വേറൊരു വരമാണ്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണത്തിന് ഒരു സാമ്പിളായിട്ട് കാണിച്ചു തരാം. എനിക്ക് ഭാഷാപരത്തിൽ സംസാരിക്കാനും അത് വ്യാഖ്യാനിക്കാനുമുള്ള വരം കർത്താവ് തന്നിട്ടുണ്ടതുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊന്ന് പറയാണ്. ഇപ്പം ആദ്യം ഞാൻ ഭാഷാപരത്തിൽ സംസാരിക്കും. എനിക്കറിയില്ല എന്താ സംസാരിക്കാൻ പോണേന്ന്, ഒരു ഐഡിയയും ഇല്ല. ഇപ്പോൾ പരിശുദ്ധാത്മാവ് സംസാരിക്കും. അത് എന്താണ് ആ ശബ്ദത്തിൻ്റെ അർത്ഥമെന്ന് ഈ സംസാരിക്കുന്ന സമയത്തും എനിക്ക് അറിയില്ല. ഒന്ന് കൈവീശി കാണിച്ച് നന്നായിട്ട് ഉറങ്ങിക്കോട്ടോ. സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പരിശുദ്ധാത്മാവ് അതിൻ്റെ അർത്ഥം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു പ്രവചനം പോലെ അതിൻ്റെ വ്യാഖ്യാനം തരും. അതാണ് വ്യാഖ്യാനവരം. ശ്രദ്ധിക്കണം കേട്ടോ, ഇതെല്ലാവർക്കും കിട്ടാവുന്നതാണ്. പക്ഷേ ആരും അതിനെക്കുറിച്ച് അധികം പഠിക്കുന്നില്ല, പഠിച്ച് പ്രാർത്ഥിക്കുന്നില്ല. അങ്ങനെ പഠിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടും. എല്ലാവരും ദാഹിക്കുക, ഒരു പ്രവചന രൂപത്തിൽ ഈ ഭാഷാപരത്തിലുള്ള സംസാരം വരട്ടെ എന്ന് ആഗ്രഹിക്കുക. പരിശുദ്ധാത്മാവേ, ഭാഷാപരത്തിൽ സംസാരിക്കണമേ, അതിൻ്റെ വ്യാഖ്യാനം നൽകണമേ. ഇതിൻ്റെ അർത്ഥം ഇപ്പോഴും എനിക്കറിയില്ല. ഇനി പരിശുദ്ധാത്മാവേ ഇതിൻ്റെ വ്യാഖ്യാനം തരണമേ. ഇതാ വ്യാഖ്യാനം വരുന്നു. ഞാൻ എല്ലാവരോടുമായി പറയുന്നു, നിങ്ങളുടെ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കാതെ എന്നിൽ ആശ്രയിക്കുക.
ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, ഞാൻ നിന്റെ ശക്തിയാണ്, എൻ്റെ ശക്തിയിൽ ആശ്രയിക്കുക. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? ഇതാണ് ഭാഷാപരത്തിൽ സംസാരിക്കുന്നതും അതിൻ്റെ വ്യാഖ്യാനവും. അപ്പം അതിൻ്റെ വ്യാഖ്യാനം വരുമ്പോൾ ഒരു പ്രവചനം പോലെ തന്നെ വരും. ഇതെല്ലാം പറയുന്നതിൻ്റെ ഉദ്ദേശം ഇതിനേക്കാൾ വലിയൊരു കാര്യമാണ്. റോമർ 8-ാം അധ്യായത്തിൽ പറയുന്നത്, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഇതെല്ലാവരും സമ്മതിക്കുന്നുണ്ടോ? ഇതങ്ങ് സമ്മതിക്കുമ്പോൾ തന്നെ നമ്മൾ എളിമപ്പെടുകയാണ്. നമ്മളുടെ എളിമയാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതാണ് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ഉള്ള സുവിശേഷത്തിൽ വരും, വായനയിൽ വരും, ഫരിസേയനും ചുങ്കക്കാരൻ്റെയും പ്രാർത്ഥനയുടെ ഉപമ. ഈശോ ഒരു ഉപമ പറഞ്ഞു. ഒരു ഫരിസേയനും ചുങ്കക്കാരനും 2 പേര് കൂടി പ്രാർത്ഥിക്കാൻ വന്നു. ഫരിസേയൻ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു, നമുക്കറിയാം. ചുങ്കക്കാരനാകട്ടെ അങ്ങ് മാറി നിന്നുകൊണ്ട് ശിരസ് നമിച്ച്, കർത്താവേ, പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണേ. അവൻ നീതീകരിക്കപ്പെട്ടു പോയി. എന്നാൽ ഈ ചുങ്കക്കാരൻ ഫരിസേയൻ നീതീകരിക്കപ്പെട്ടില്ല. ഫരിസേയൻ പറയുകയാണ്, ഞാൻ ഉപവസിക്കുന്ന ആളാണ്, ഞാൻ ദശാംശം കൊടുക്കുന്നു, ഞാൻ അങ്ങനെ ചെയ്യുന്നു, ഞാൻ ഈ ചുങ്കക്കാരനെ പോലെയൊന്നും അല്ല. ചിലപ്പോൾ നമ്മൾ തിയോളജിയൊക്കെ പഠിക്കുന്ന ആൾക്കാരും ഒരുപാട് ധ്യാനം കൂടുന്ന ആൾക്കാരും ഇങ്ങനെ പറയും, ഞാൻ തിയോളജി ക്ലാസ് പഠിക്കണു, ഈ വർഷം കോഴ്സ് കംപ്ലീറ്റ് ആക്കി, എനിക്കിതൊക്കെ അറിയാം, ഞാൻ ഈ മറ്റുള്ള ആളുകളുടെ മാതിരിയൊന്നും അല്ല, ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നു, എല്ലാ ദിവസവും മണിക്കൂറുകൾ ആരാധിക്കാനിരിക്കുന്നു, ഈ നാമമാത്ര ക്രിസ്ത്യാനികൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, അങ്ങനെയൊന്നും അല്ല ഞാൻ. അപ്പോഴേ തന്നെ നമ്മൾ പോയി. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ആരെങ്കിലും കുറ്റപ്പെടുത്തിയതാണോ? കുറ്റപ്പെടുത്തുകയല്ല, പ്രാർത്ഥനയിൽ നമ്മൾ വളരേണ്ടതിൻ്റെ കാര്യമാണിത്. കർത്താവ് തന്നെ പറഞ്ഞേക്കണ ഉപമയല്ലേ അത്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. കാറ്റഗിസത്തിൽ 2559 ഖണ്ഡികയിൽ 2559 ഖണ്ഡികയിൽ അവസാനം പറയുന്നത് ഇതാണ്, ഹ്യൂമിലിറ്റി ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് പ്രയർ. വിനയമാണ് പ്രാർത്ഥനയുടെ അടിത്തറ. വേണ്ട വിധം പ്രാർത്ഥിക്കുന്നത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എളിമയാണ് പ്രാർത്ഥനയാകുന്ന സൗജന്യദാനം സ്വീകരിക്കാൻ വേണ്ട മനോഭാവം. മനുഷ്യൻ ദൈവത്തിൻ്റെ മുൻപിൽ ഭിക്ഷുവാണ്. അത് വിശുദ്ധ അഗസ്തീനോസ് പറയും. അപ്പോൾ എളിമയാണ്, വിനയമാണ് പ്രാർത്ഥനയുടെ അടിത്തറ. എന്നിട്ട് അടുത്ത് പറഞ്ഞിരിക്കുന്നുണ്ടോ, വേണ്ട വിധം പ്രാർത്ഥിക്കുന്നത് എങ്ങനെയെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ആ അവസ്ഥയിൽ പരിശുദ്ധാത്മാവ് തന്നെ നമ്മളെ സഹായിക്കും എന്ന് വിശ്വസിക്കുക. റോമർ 8 വരാം. റോമർ 8 പറയുന്നത് എന്താണ്? ആത്മാവ് തന്നെ അവാച്യമായ നെടുവീർപ്പുകളോടെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. അപ്പം ഇതാണ്, ഈ അവാച്യമായ നെടുവീർപ്പുകളാണ് ഭാഷാവരത്തിലുള്ള പ്രാർത്ഥന. നമ്മുടെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു. അവാച്യമായ നെടുവീർപ്പുകളോടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ഇനി അതിൻ്റെ ഒരു പടി കൂടി കൂടുതൽ പറയുകയാണ്, ഹൃദയങ്ങൾ അറിയുന്ന ആത്മാവ്, ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിൻ്റെ ഇംഗിതം ഗ്രഹിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് ദൈവഹിതമനുസരിച്ചാണ് വിശുദ്ധർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത്. നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന് നമ്മുടെ ഹൃദയം അറിയാമോ? അറിയാം. ദൈവഹിതം അറിയാമോ? അറിയാം.
ഈ ദൈവഹിതം പൂർത്തിയാകുന്നതിന് നമ്മുടെ ഹൃദയത്തെയും നമ്മളോട് അനുനയിച്ചിട്ടുള്ള മറ്റുള്ളവരുടെ ഹൃദയത്തെയും എല്ലാം പരിശുദ്ധാത്മാവ് രൂപപ്പെടുത്തും. നമുക്കൊന്ന് പ്രാർത്ഥിച്ച് നോക്കാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട്, എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ, ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നിട്ടും ഒരു പോംവഴിയും ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ടാകാം. ഇതെല്ലാത്തിനും ഒരേ ഒരു പോംവഴിയാണ് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുമ്പോൾ. എത്ര പേർക്ക് അങ്ങനെ ഒരു പ്രാർത്ഥന ആവശ്യമുണ്ടെന്ന് കരമുയർത്തിയേ? കണ്ടോ, എല്ലാവർക്കും ആവശ്യമുണ്ട്. രണ്ട് കരങ്ങളും ഉയർത്തിക്കൊണ്ട് ആദ്യം ഈ ഞാൻ പറയുന്ന പ്രാർത്ഥന ഏറ്റു ചൊല്ലുകയും പിന്നീട് നിങ്ങളങ്ങ് ആദരം തുറന്ന് ശബ്ദമുയർത്തി ഭാഷാവരത്തിൽ അങ്ങ് പ്രാർത്ഥിക്കുക. ഇനി ഭാഷാവരമില്ലാത്തവർ എന്തെങ്കിലും ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുക. അപ്പോൾ വിശ്വസിക്കുക, പരിശുദ്ധാത്മാവാണ് നമുക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ചേർന്നുകൊണ്ട്, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അങ്ങ് തന്നെ പ്രാർത്ഥിക്കണമേ. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ വ്യക്തിപരമായ പ്രശ്നങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും ആത്മീയ പ്രശ്നങ്ങൾക്കും സാമ്പത്തിക പ്രശ്നങ്ങൾക്കും എല്ലാ ദുഃഖ ദുരിതങ്ങൾക്കും പരിഹാരം എന്താണെന്ന് ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കണമേ. ആത്മാവ് തന്നെ പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശാലബല ഹലബല ലബലൗലയ 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 ലബലൗലയ. ആത്മാവ് പ്രാർത്ഥിക്കണമേ. ഹല്ലബലൗല. എല്ലാവരും ആദരം തുറക്കുക. ഭാഷാവരത്തിൽ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവിടെ കൂടിയിരിക്കുന്ന എല്ലാവരിലും വസിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങ് പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവേ പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ ഭയാനകമായ പ്രശ്നങ്ങൾ, ഞങ്ങളുടെ ദുഃഖ ദുരിതങ്ങൾ എല്ലാത്തിനും ഒരു വഴി അങ്ങേക്കറിയാം. അങ്ങ് പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇരിക്കാം. ഇങ്ങനെയാണ് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുമ്പോൾ അതിശക്തമായി കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടും. ഇങ്ങനെ നിങ്ങൾ കുറച്ച് ദിവസം ഒന്ന് പ്രാർത്ഥിച്ച് നോക്ക്. എനിക്ക് വലിയ ശക്തമായ അനുഭവമാണ് ഇങ്ങനെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം കണ്ണടച്ച്, ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയത്തിൽ ജ്ഞാനം പകരണമേ. ജ്ഞാനം പകരണമേ. ദൈവിക രഹസ്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ദൈവിക രഹസ്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി ജ്ഞാനം പകരണമേ. ജ്ഞാനം പകരണമേ. ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരണമേ. ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരണമേ.